നോട്ട് അസാധുവാക്കലിലൂടെ എത്ര കള്ളപ്പണം പിടിച്ചെടുത്തെന്ന് ബി.ജെ.പിയുടെ ലക്നോ റാലിയിൽ വെളിപ്പെടുത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. നോട്ട് നിയന്ത്രണം എന്ന് പിൻവലിക്കുമെന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൗനം പാലിച്ചു. പുതുവത്സര തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രസംഗം നോട്ട് അസാധുവാക്കൽ നടപടിയെ അനുകൂലിച്ചിരുന്നവരെ പോലും നിരാശരാക്കിയിരുന്നു. എത്ര കള്ളപ്പണം പിടികൂടി, പണം പിൻവലിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ എന്ന് പിൻവലിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. യു.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ലക്നൌവിൽ സംഘടിപ്പിച്ച റാലിയിൽ ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി മറുപടി പറയുമെന്ന് ബി.എസ്.പി വൃത്തങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കാനായി 2 ലക്ഷം പേരാണ് ലക്നൌവിൽ തടിച്ചുകൂടിയത്. എന്നാൽ നിർണായക വിഷയത്തിൽ നരേന്ദ്രമോദി മൗനം പാലിച്ചു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും വികസനമാണ് യു.പിയിലെ തെരഞ്ഞെടുപ്പ് വിഷയമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി മറ്റു പാർട്ടികളെ വിമർശിക്കുന്നതിലാണ് ശ്രദ്ധയൂന്നിയത്. പ്രതീക്ഷയോടെ എത്തിയ ബി.ജെ.പി പ്രവർത്തകർ നിരാശയോടെയാണ് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്. നോട്ട് മാറ്റം പരാജയപ്പെട്ടെന്ന് പ്രധാനമന്ത്രി തുറന്നു സമ്മതിക്കണമെന്ന് എ.കെ. ആന്റണി ദില്ലിയിൽ ആവശ്യപ്പെട്ടു. കർഷകരും ചെറുകിട കർഷകരും ദുരിതത്തിൽ തുടരുന്നു. ഉത്യോപ്യൻ രാജാവാണ് മോദിയെന്നും എ.കെ. ആന്റണി കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിൽ എല്ലാവരും ഒന്നിച്ചണിനിരക്കുമെന്നും എ.കെ. ആന്റണി അറിയിച്ചു. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക്, കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും എല്ലാം ഉണ്ടാക്കിയ നഷ്ടത്തിന് അദ്ദേഹം തെറ്റുപറ്റിയതെങ്കിലും പറയണം. കൃഷിക്കാർക്കും തൊഴിലാളികൾക്ക് മാത്രമല്ല, കച്ചവടക്കാർക്ക്, ചെറുകിട കച്ചവടക്കാർക്ക്, ചെറുകിട ബിസിനസ്സുകാർക്ക് അവർക്കെല്ലാം നഷ്ടമുണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രധാനമന്ത്രി തെറ്റുപറ്റിയെന്തെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ നരേന്ദ്രമോദി കാണിക്കണമെന്നാണ്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക മുരടിപ്പെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. 30 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന സാമ്പത്തിക വളർച്ചയാണ് സംസ്ഥാനത്തുണ്ടാകാൻ പോകുന്നത്. കറൻസി ക്ഷാമം സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയായെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. ബജറ്റ് പോലും അനിശ്ചിതത്വത്തിലായെന്നും തോമസ് ഐസക് പറഞ്ഞു. നോട്ട് പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന്റെ വരുമാനം സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകൂട്ടലുകളും താളം തെറ്റിച്ചു. 2015 സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് 6.5%. 2016 അത് 4.5% അധികം താഴുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാനത്തേത് കടുത്ത സാമ്പത്തിക മുരടിപ്പാണ്. 30 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന സാമ്പത്തിക വളർച്ചയാണ് സംസ്ഥാനത്തുണ്ടാകാൻ പോകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ഒരു 4.5%-അപ്പുറത്തേക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല. വലിയ മുരടിപ്പാണ്. 30 വർഷത്തിൽ ആദ്യമായിട്ടായിരിക്കും ഏറ്റവും താഴ്ന്ന സാമ്പത്തിക വളർച്ചയാണ് കേരളത്തിലുണ്ടാവാൻ പോകുന്നത്. 2008 ആഗോള മാന്ദ്യം പോലും കേരളത്തെ അങ്ങനെ ബാധിച്ചില്ല. പ്രതിസന്ധിയെ തുടർന്ന് ടൂറിസം, വാണിജ്യം എന്നിവയിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി കുറഞ്ഞു. ടൂറിസം മേഖലയിലെ തിരിച്ചടി പെട്ടെന്ന് തിരുത്താൻ സാധിക്കില്ലെന്നും ഐസക് വ്യക്തമാക്കി. കറൻസി ക്ഷാമം കേരളത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുകയും ഈ വർഷത്തെ ബജറ്റ് പോലും അനിശ്ചിതത്വത്തിലാക്കിയതായും ധനമന്ത്രി കുറ്റപ്പെടുത്തി. ചില തിരിച്ചടിയൊക്കെ പെട്ടെന്ന് തിരുത്താനും പറ്റത്തില്ല. ഉദാഹരണത്തിന് ടൂറിസം ബഡ്ജറ്റ് അനിശ്ചിതത്വത്തിലായി. കാരണം പഴയ അനുമാനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാതായി. 2008 ആഗോള മാന്ദ്യം പോലും കേരളത്തിന് ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് മുരടിപ്പിൽ നിന്നും കരകയറാനാകില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എസ് ഷീജ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മതവും ജാതിയും ഉപയോഗിച്ചുള്ള വോട്ടുപിടുത്തം വേണ്ടെന്ന് സുപ്രീംകോടതി. അങ്ങനെ ചെയ്താൽ അഴിമതിയാക്കി കണക്കാക്കി തെരഞ്ഞെടുപ്പ് അസാധുവാക്കുമെന്നും കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പും ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളും മതേതരമായിരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് ടി.എസ്. താക്കൂർ അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ചാണ് സുപ്രധാന വിധി പ്രസ്താവിച്ചത്. മതേതര രാജ്യത്ത് തിരഞ്ഞെടുപ്പും മതേതരമായിരിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദൈവവിശ്വാസം എന്നത് വ്യക്തിയധിഷ്ഠിതമാണ്. രാഷ്ട്രവും രാഷ്ട്രീയവുമായി അത് കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(3) അനുച്ഛേദത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി. സ്ഥാനാർത്ഥിയോ ഏജന്റോ പാർട്ടിയോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മതം, ജാതി, വംശം, ഭാഷ എന്നിവ ഉപയോഗിച്ചാൽ അഴിമതിയായി കണക്കാക്കി തിരഞ്ഞെടുപ്പ് അസാധുവാക്കുമെന്നും വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദുത്വം മതമല്ല ജീവിതശൈലിയാണെന്ന് വ്യക്തമാക്കിയ 1995 സുപ്രീം കോടതി വിധിക്കെതിരായ പൊതുതാൽപര്യ ഹർജികളാണ് കോടതി തീർപ്പാക്കിയത്. 1995 ഒരു തിരഞ്ഞെടുപ്പ് കേസിലാണ് ജസ്റ്റിസ് JS വർമ്മ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹിന്ദുത്വം മതമല്ല ജീവിതശൈലിയാണെന്ന് വ്യക്തമാക്കിയത്.
ഹിന്ദുത്വം എന്ന വിഷയത്തിൽ കൂടുതൽ പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ഠാക്കൂർ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പിൽ മതവും ജാതിയും ഉപയോഗിക്കുന്നതിന്റെ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിച്ചത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനെയും സെക്രട്ടറിയെയും സുപ്രീം കോടതി പുറത്താക്കി. ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റും BJP രാജ്യസഭാ എംപിയുമായ അനുരാഗ് ഠാക്കൂറിനെയും സെക്രട്ടറി അജയ് ഷുർക്കെയുമാണ് പുറത്താക്കിയത്. ലോധ കമ്മീഷൻ നിർദ്ദേശം നടപ്പിലാക്കാതെ വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭരണസമിതിയെ കണ്ടെത്താൻ അമിക്കസ് ക്യൂറിയെ സുപ്രീം കോടതി നിയോഗിച്ചു. എല്ലാ കായിക സംഘടനകൾക്കും വിധി മാതൃകയാണെന്ന് ജസ്റ്റിസ് ലോധ പ്രതികരിച്ചു. അഴിമതിമുക്തമാക്കാനും ഭരണ സുതാര്യത കൊണ്ടുവരാനും ജസ്റ്റിസ് ലോധ കമ്മിറ്റി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ BCCI നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് സുപ്രീം കോടതി കടന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അധ്യക്ഷൻ അനുരാഗ് താക്കൂർ, സെക്രട്ടറി അജയ് ഷുർക്കെ എന്നിവരെ തലസ്ഥാനത്തു നിന്നും പുറത്താക്കി. ഇരുവർക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടികളും ആരംഭിച്ചു. ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനും അറിയിച്ചു. പുതിയ ഭരണസമിതിയെ നിയോഗിക്കാൻ മുതിർന്ന അഭിഭാഷകരായ ഫാലിയസ് നരിമാൻ, ഗോപാൽ സുബ്രഹ്മണ്യം എന്നിവരെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിട്ടുണ്ട്. ജനുവരി 19 പേരുകൾ നിർദ്ദേശിക്കണം. അതുവരെ BCCIയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ നിലവിലെ വൈസ് പ്രസിഡന്റുമാരിൽ മുതിർന്നയാൾ പ്രസിഡന്റായും മുതിർന്ന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ സെക്രട്ടറിയായും പ്രവർത്തിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. വിധിയെ ജസ്റ്റിസ് ലോധ സ്വാഗതം ചെയ്തു. മറ്റ് കായിക സംഘടനകൾക്കും വിധി മാതൃകയാണെന്ന് ലോധ പ്രതികരിച്ചു. BCCI അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ CAG ഏൽപ്പിക്കണമെന്ന് ലോധ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് അനുമതി തേടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് കത്തെഴുതിയിട്ടുണ്ടെന്ന് അനുരാഗ് താക്കൂർ സുപ്രീം കോടതിയെ അറിയിച്ചത് വ്യാജമെന്ന് കണ്ടെത്തിയതും BCCIക്ക് തിരിച്ചടിയായി. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ചാണ് നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി, മുൻ ക്രിക്കറ്റർ ബ്രിജേഷ് പട്ടേൽ തുടങ്ങിയവരുടെ പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ പൂർണ്ണമായും അഴിമതി വിമുക്തമാക്കുകയാണ് സുപ്രീം കോടതിയുടെ ലക്ഷ്യം. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് TC മാത്യുവും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അനന്തനാരായണനും ഒഴിഞ്ഞു. ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മാറ്റം. പുതിയ പ്രസിഡന്റായി വിനോദിനെയും സെക്രട്ടറിയായി ജയേഷ് ജോർജിനെയും തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ഉയരങ്ങളിലെത്തിക്കുമെന്നും പുതിയ ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിനെ ശുദ്ധീകരിക്കാൻ ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പ്രസിഡന്റ് TC മാത്യു അടക്കമുള്ള 5 പ്രമുഖർ സ്ഥാനം രാജിവെച്ചു. ഓഫീസ് ബെയർ എന്നുള്ള നിലയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ 9 വർഷം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്നോടൊപ്പം 9 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അതുപോലെ തന്നെ ഹരിദാസ്, സുനിൽ കോശി ജോർജ്, സെക്രട്ടറി അനന്തനാരായണൻ, ഞങ്ങൾ 5 പേര് ആണ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ ദൗത്യത്തിൽ സന്തോഷമുണ്ടെന്ന് പ്രസിഡന്റ് B വിനോദും സെക്രട്ടറി ജയേഷ് ജോർജും പ്രതികരിച്ചു. നമ്മുടെ മുൻഗാമികൾ എല്ലാവരും ഇപ്പം അഡ്വൈസറി കമ്മിറ്റിയിലുണ്ട്. അവർ തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും ഞങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. BCCIക്ക് അനുകൂലമായിട്ട് ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ വരികയാണ് എങ്കിൽ നിങ്ങളൊരു താൽക്കാലിക സ്ഥാനത്തേക്ക് മാത്രമായിരിക്കുമോ? അതിൻ്റെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു ഞങ്ങളുടെ ഇലക്ഷൻ ഇയർ 2013 മുതൽ 17 വരെയാണ്. അപ്പോൾ 2017 ജൂൺ വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഈ ഒരു വേക്കൻസി ഫില്ലിംഗ്. അപ്പോൾ 2017 ജൂൺ വരുമ്പോൾ ക്യൂറേറ്റീവ് പെറ്റീഷൻ അനുകൂലമായിട്ട് വരുമ്പോൾ ഏതായാലും പുതിയൊരു ഇലക്ഷൻ ഇയറും പുതിയൊരു സെറ്റ് ഓഫ് ഓഫീസ് ബെയറേഴ്സും തീർച്ചയായിട്ടും വരും. അപ്പോൾ അതിൽ ഏതാണോ ആർക്കൊക്കെയാണ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ബാധകം അവിടെ നമുക്ക് പഴയ ആൾക്കാരെ തന്നെ വീണ്ടും പ്രതീക്ഷിക്കാം. KCA ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി SBT ഉദ്യോഗസ്ഥനായിരുന്ന VG രഘുനാഥിനെയും നിയമിച്ചു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. വാർത്തയിലേക്ക്. സമാജ്വാദി പാർട്ടിയിൽ മുലായം സിംഗ് യാദവ് വിഭാഗവും അഖിലേഷ് യാദവ് വിഭാഗവും പാർട്ടി ചിഹ്നത്തിനായി അവകാശ തർക്കങ്ങളിൽ. മുലായം സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് സൈക്കിൾ ചിഹ്നത്തിന്റെ അവകാശം ഉന്നയിച്ചു. അതേസമയം അഖിലേഷ് ക്യാമ്പിനു വേണ്ടി രാംഗോപാൽ യാദവ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിൽ എത്തി നിൽക്കെയാണ് മുലായം സിംഗ് ക്യാമ്പും അഖിലേഷ് യാദവ് ക്യാമ്പും സൈക്കിൾ ചിഹ്നം നേടാനായി നീക്കങ്ങൾ ശക്തമാക്കിയത്. ദില്ലിയിൽ മുലായം സിംഗ് യാദവിന്റെ വസതിയിൽ യോഗം ചേർന്നതിന് ശേഷം മുലായം, ശിവ്പാൽ യാദവ്, അമർ സിംഗ്, ജയപ്രദ എന്നിവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. സമാജ്വാദി പാർട്ടിയുടെ തലവൻ ഇപ്പോഴും മുലായം സിംഗ് ആണെന്നും ചിഹ്നത്തിലുള്ള അവകാശം ഔദ്യോഗിക പക്ഷത്തിനാണെന്നും ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം
സൈക്കിൾ ചിഹ്നത്തിന്റെ ഉടമസ്ഥാവകാശം മുലായം സിംഗ് അധ്യക്ഷനായ സമാജ്വാദി പാർട്ടിക്കാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ദേശീയ കൺവെൻഷനിൽ നേതൃത്വം മാറിയെന്നും ചിഹ്നം വേണമെന്നുമാണ് അഖിലേഷ് യാദവ് പക്ഷം വാദിക്കുന്നത്. ചിഹ്നത്തിന്റെ അവകാശം ഉന്നയിച്ച് രാംഗോപാൽ യാദവ് നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. ദേശീയ കൺവെൻഷന്റെ വീഡിയോ ദൃശ്യങ്ങളും കൺവെൻഷൻ പാസാക്കിയ പ്രമേയത്തിന്റെ പകർപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ഇരുവിഭാഗവും ചിഹ്നത്തിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നം ആർക്കും അനുവദിക്കാതെ മരവിപ്പിക്കുക എന്ന നടപടിയിലേക്ക് കമ്മീഷൻ കടന്നേക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവള്ളൂരിനൊപ്പം എം സന്തോഷ്. KSRTC പ്രതിസന്ധി പരിഹരിക്കാൻ നാളെ ജീവനക്കാരുമായി ചർച്ച നടത്തുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. KSRTCയുടെ പ്രതിദിന വരുമാനത്തിൽ 25 ലക്ഷം രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല കളക്ഷൻ കിട്ടിയ കാലമായി വിശേഷിപ്പിക്കുന്നത് 6.5 കോടിയാണ്. ഏതാണ്ട് നമ്മൾ ആ സംഖ്യയോളം ഇപ്പോൾ ലക്ഷ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ആ രൂപത്തിൽ നമുക്ക് വരുമാന വർധന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും കാര്യത്തിൽ ട്രേഡ് യൂണിയനുകൾ സമര നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമരക്കാരുമായി നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടത്താനാണ് ഇപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ യോഗത്തിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ബോർഡെടുത്ത തീരുമാനത്തെ ഗവൺമെൻറ്റിന് പുനഃപരിശോധിക്കാം. അത് ഗവൺമെൻറ് സ്വാഭാവികമായും പുനഃപരിശോധിക്കും. ജീവനക്കാർക്ക് നേരത്തെ അവകാശപ്പെട്ട എന്തെങ്കിലും ആനുകൂല്യം ഏകപക്ഷീയമായി വെട്ടിക്കുറക്കുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയില്ല. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടു. തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ 10.34 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് കാട്ടി സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും അന്വേഷണത്തിലൂടെ സത്യം വെളിപ്പെടണമെന്നും മേഴ്സിക്കുട്ടിയമ്മ പീപ്പിളിനോട് പ്രതികരിച്ചു. മന്ത്രിയെയും മുൻ കാപെക്സ് ചെയർമാനുമായ തുളസീധരക്കുറുപ്പ്, കാപെക്സ് കശുവണ്ടി കോർപ്പറേഷൻ MD-മാർ എന്നിവരടക്കം 9 പേർക്കെതിരെയുമാണ് പരാതി. ജൂൺ ജൂലൈ മാസങ്ങളിൽ സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ 10.34 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കാട്ടി അഡ്വക്കേറ്റ് റഹീം എന്ന ആളാണ് വിജിലൻസ് ഡയറക്ടറെ സമീപിച്ചത്. പരാതി പരിശോധിച്ച വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആണ് ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. പരാതിക്കാരനായ റഹീമിൽ നിന്ന് ഇന്ന് വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 കേസിന്റെ അന്വേഷണ ചുമതല. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ സമാന പരാതി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപെക്സ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് കുറഞ്ഞ വിലയിൽ തോട്ടണ്ടി നൽകാമെന്നേറ്റ ടെൻഡറുകൾ മറികടക്കുന്നതിനു വേണ്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു എന്നതാണ് പരാതിയിലെ പ്രധാന ആരോപണം. കുറഞ്ഞ ടെൻഡർ നൽകിയ 3 കമ്പനികളെ മറികടന്നു എന്നും പരാതിയിൽ ആരോപണം ഉന്നയിക്കുന്നു. ഏതന്വേഷണത്തെയും ഭയപ്പെടുന്നില്ലെന്നും പരാതി കിട്ടിയാൽ വിജിലൻസിന് അന്വേഷിക്കാതിരിക്കാനാവില്ല എന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പീപ്പിൾ റിപ്പോർട്ടറോട് പറഞ്ഞു. അന്വേഷണം നടക്കുന്നത് വഴി സത്യം പുറത്തുവരാൻ സഹായകരമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ലോക്കൽ പർച്ചേസ് നടത്തിയതുവഴി മുൻകാലത്തേക്കാൾ 5 കോടി രൂപയുടെ ലാഭമുണ്ടാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പദവികളുടെ കാര്യത്തിൽ CPIM തന്നെ അവഗണിച്ചുവെന്ന ചില കേന്ദ്രങ്ങളുടെ പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. സർക്കാർ കോർപ്പറേഷനുകളിലോ ബോർഡുകളിലോ അധികാര പദവികൾ വേണ്ടെന്ന് പാർട്ടി നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങളിലും നിലപാടുകളിലും ഉറച്ചു നിൽക്കുകയെന്നതാണ് എന്നും തന്റെ ഗുണവും ദോഷവും. ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം തന്റെ ജീവിതത്തിൽ ഇല്ലെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ഞാനും നീയും ഒന്നാണ് എന്ന വലിയ സത്യം ഓർമ്മപ്പെടുത്തുകയാണ് തത്വമസി. ശബരിമല സന്നിധാനത്തെത്തി 18 പടിയും കയറിയാൽ ആദ്യം കാണുന്ന വാക്യവും തത്വമസി എന്ന വാക്ക് തന്നെയാണ്. എല്ലാവരും തനിക്ക് മുന്നിൽ സമാന്മാരാണ് എന്നാണ് അയ്യപ്പൻ ഓർമ്മപ്പെടുത്തുന്നത്. ശബരിമലയിലെ ആചാരങ്ങളിലെയും അനുഷ്ഠാനങ്ങളിലെയും പ്രത്യേകതയാണ് ശബരിമലയെ മറ്റമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കഠിനവ്രതമെടുത്ത കെട്ടുമുറുക്കി മലചവിട്ടി 18 പടിയും വണങ്ങിയെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും മനസ്സിലാക്കുന്നത് താൻ തേടി വന്നത് ആരെയാണോ അത് താൻ തന്നെയാണെന്ന തത്വമാണ്.
ഈ അർത്ഥം വരുന്ന തത്വമസി എന്ന വാക്യം ശ്രീകോവിലിന് മുന്നിൽ കാണുമ്പോൾ ഓരോ ഭക്തനും തിരിച്ചറിയേണ്ടതും അതുതന്നെ. ശബരിമലയിലെ ആചാരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി അനുഷ്ഠിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നതും. 41 ദിവസത്തെ വ്രതം ശുദ്ധിയോടുകൂടി വന്ന് നെയ്ത്തേങ്ങ നിറച്ചൊക്കെ ഇഴുമുടിക്കെട്ട് വേണ്ടി വരുന്ന ഭക്തൻ നെയ്യെന്ന് പറയുന്ന ആത്മാവിനെ ഭഗവാനിൽ ലയിപ്പിക്കുകയും ഭൗതിക ശരീരമായ നാളികേരമുറി ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തതോടുകൂടി ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുന്ന ഒരു അനുഭൂതിയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് തത്വമസി എന്ന പരമ്പൊരുളിന്റെ അർത്ഥം. 18-ാം പടിക്ക് കീഴെ നാളികേരമുടച്ചു വേണം ഓരോ ഭക്തനും പടി കയറാൻ. തന്റെ ഉള്ളിലെ അഹംഭാവത്തെയാണ് നാളികേരമായി സങ്കല്പിച്ച് എറിഞ്ഞുടയ്ക്കുന്നത്. ഇങ്ങനെ ഓരോ ഭക്തനും ദേവനിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതിമത ചിന്തകൾ ഇല്ലാതാകും. ഇത് തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ലക്ഷ്യവും. ഞാൻ തേടുന്ന സത്യം അത് ഞാൻ തന്നെയാണെന്ന വലിയൊരു തിരിച്ചറിവുണ്ടാക്കുകയാണ് സന്നിധാനത്ത് നിന്നും തത്വമസി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.